പരിപാടികൾ ഊർജിതമാക്കി പീരുമേട് നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ശ്രീയക് തോമസ്. പര്യടനത്തിന്റെ 3ാം ഘട്ടം വണ്ടിപ്പെരിയാറിൽ തുടക്കമായി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 20ഓളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ. 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന. അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം. INTUC നേതാവും കോൺഗ്രസ് പ്രവർത്തകനുമായിരുന്ന അന്തരിച്ച M. ബാലുവിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് തല പര്യടനം ആരംഭിച്ചത്. തുടർന്ന് നെല്ലിമലയിലുള്ള ഗാന്ധി പാർക്കിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. നെല്ലിമലയിലെ വോട്ടർമാരെ നേരിൽ കണ്ടായിരുന്നു തുടർന്നുള്ള വോട്ടഭ്യർത്ഥന. UDF സർക്കാർ അധികാരത്തിൽ വരുമെന്ന ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ച സ്ഥാനാർത്ഥി മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് നിയമസഭയിൽ UDF പ്രതിനിധി ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ജനങ്ങളെ ബോധിപ്പിച്ചു. തൊഴിലാളി കുടുംബങ്ങൾ ആരതിയൊഴിഞ്ഞും മാലയിട്ടുമാണ് സ്ഥാനാർത്ഥിയെ വരവേറ്റത്. 9-ാം തീയതി കേരള നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് ഞാൻ ആദ്യമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിലെ ജനങ്ങളെ ഒരു ഭരണമാറ്റത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്. നമുക്ക് മാറ്റം ഉണ്ടാകണം. ഇവിടെ ബോക്സ് അസോസിയേഷനിൽ നിന്ന് സംസാരിക്കുമ്പോൾ തോട്ടത്തിൽ ശമ്പളമില്ല, ഉണ്ടോ? ഇല്ല. നമ്മുടെ ആളുകളൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇപ്പൊ ജീവിക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഇടതുപക്ഷ MLA-മാരാണ്. ഒരിടത്തും ഒരു പരിഹാര മാർഗങ്ങളുമില്ല. അപ്പൊ അതിനൊരു മാറ്റം ഉണ്ടാകണം. അതിന് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ വിജയിപ്പിക്കണം. നമുക്കൊരു സർക്കാർ ഉണ്ടാകണം, ഐക്യജനാധിപത്യ മുന്നണി. നമ്മുടെ മനസ്സിലുള്ളത് ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറാണ് മുഖ്യമന്ത്രി, അല്ലേ? അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ വികസനവും കരുതലുമെന്നാണ് മുദ്രാവാക്യം. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി അദ്ദേഹത്തെ പോലെ പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടാകണം. അതിന് ഐക്യജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കെല്ലാം പരിചിതനാണ്. ഞാൻ നിങ്ങളോടൊപ്പം ഉള്ളയാളാണ്. എന്റെ പിതാവിനെയും നിങ്ങൾക്കറിയാം. KK തോമസ് MLA എന്ന നിലയിലും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലും നിങ്ങളോടൊപ്പം, അല്ലെ, ട്രേഡ് യൂണിയൻ നേതാവ് എന്ന നിലയിലും നിങ്ങളോടൊപ്പം പ്രവർത്തിച്ചാണ് ഞാൻ ഈ രംഗത്ത് കടന്നു വരുമ്പോൾ ചാനലിനോടുള്ള നിങ്ങളുടെ ഒരു സ്നേഹവും അതുപോലെ ആദരവും ഒക്കെ കണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തമാണ്, നിങ്ങളുടെ സഹോദരനാണ്, നിങ്ങളുടെ സുഹൃത്താണ്. എന്റെ മേലുല്ലാസവും നിങ്ങളുടെ പേരില്ല. ഞാൻ തൊഴിലാളി യൂണിയൻ നേതാവെന്നാണ് എന്നെ അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് നിങ്ങളുടെ എല്ലാം വിലയേറിയ വോട്ട് എനിക്ക് തരണം. നിങ്ങൾ എന്നെ വിജയിപ്പിക്കണം. നിങ്ങൾ എനിക്ക് വോട്ട് തരണം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി വോട്ട് പിടിക്കണം. നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ ഒരവസരം എനിക്ക് തരണം. അതാണ് എനിക്ക് നിങ്ങളോടൊക്കെ താഴ്മയായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ നിങ്ങളോടൊപ്പം നിന്ന് സ്നേഹവും സാഹോദര്യവും നാടിന്റെ നന്മയും ഒക്കെ സമൃദ്ധിയും ഒക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജനസേവനം നടത്തുവാൻ നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം. നിങ്ങളുടെ അംഗീകാരം തരണം. ഈ നെല്ലിമലയിലെ തൊഴിലാളി സുഹൃത്തുക്കൾ നിങ്ങളുടെ അടുത്തൊക്കെ ഞാൻ എപ്പോഴും വരുന്നതാണ്. നമ്മുടെ ഈ ലയങ്ങളിലൊക്കെ ഞാൻ വരുന്ന ആളാണ്. നിങ്ങളോടൊപ്പം ഞാൻ ചായ കുടിക്കാറുണ്ട്. നിങ്ങൾ എനിക്ക് ചായ വാങ്ങിച്ചു തരാറുണ്ട്. എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാനുണ്ട്, നിങ്ങളാണ് എന്നെ വളർത്തിയത്. അതുകൊണ്ട് നിങ്ങളെ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ എനിക്കൊരു അവസരം തരണം. അജി പൈനാടത്ത്, PA അബ്ദുൾ റഷീദ്, M. ഉദയസൂര്യൻ, TH അബ്ദുൾ സമദ്, M. മാരിയപ്പൻ, ബാബു ആൻഡപ്പൻ, രാജൻ കൊഴുവമാക്കൽ, ജില്ലാ പഞ്ചായത്ത് അംഗം മണിമേഖല, വിജയകുമാരി ഉദയസൂര്യൻ തുടങ്ങിയവർ പര്യടനത്തിന് നേതൃത്വം നൽകി സംസാരിച്ചു. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ടോടെ വണ്ടിപ്പെരിയാറിൽ പഞ്ചായത്ത് തല പര്യടനം സമാപിച്ചു. ഇടുക്കിയിലെ വിനോസ് വണ്ടിപ്പെരിയാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കോടമഞ്ഞും നൂൽമഴയും പെയ്തിറങ്ങുന്ന മലയോരങ്ങളിൽ പുതിയ അക്ഷരപ്പുലരി. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന. സലേഷ്യൻ വൈദികരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന CBSE സീനിയർ സെക്കൻഡറി സ്കൂൾ. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്വപ്നങ്ങൾക്കൊപ്പം മൂല്യബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാലയം. പ്രസന്നമായ പഠനാന്തരീക്ഷം, ഹൈബ്രിഡ് ക്ലാസ് റൂമുകൾ, JEE, IIT, NEET എന്നീ പ്രവേശന പരീക്ഷകളുടെ പ്രത്യേക പരിശീലനം, ഹെൽത്ത് കിയോസ്ക്, ഫുട്ബോൾ ടർഫ്, ബാസ്കറ്റ്ബോൾ, ടേബിൾ ടെന്നീസ്, ബാഡ്മിന്റൺ. 20ഓളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ.
2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ, കട്ടപ്പന. അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം.